പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നയതന്ത്ര യുദ്ധം ആരംഭിച്ച ഇന്ത്യ നിലപാടുകൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചു. പാക് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വഴി കൊണ്ടുപോകുന്നതിനും നിരോധനം ഉണ്ട്. ഭീകരപ്രവർത്തനങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ തടയാൻ പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കവും ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് മറ്റു രാജ്യങ്ങളുടെ പിന്തുണ ഏറുന്നുണ്ടോ? അറബ് രാജ്യങ്ങളും എന്തിന് താലിബാൻ ഭരണകൂടമുള്ള അഫ്ഗാൻ വരെയും പാകിസ്ഥാനെ തള്ളിപ്പറയുകയാണുണ്ടായത്. ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ സുഹൃത്തുക്കൾ എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന ആശയക്കുഴപ്പമുണ്ടാക്കിയെങ്കിലും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യക്കൊപ്പമെന്ന് പിന്നീട് ആവർത്തിച്ചു. റഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ്, കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ ആക്രമണത്തെ അപലപിച്ചപ്പോൾ പേരെടുത്ത് പറയാതെയായിരുന്നു ചൈനയുടെ പ്രതികരണം. ഇതിനിടെ ദേശീയ പരമാധികാരവും സുരക്ഷാ താൽപ്പര്യങ്ങളും സംരക്ഷിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ചൈന പിന്തുണയ്ക്കുന്നു എന്ന ചൈനീസ് അംബാസഡർ ജിയോങ് സെദോങ്ങിന്റെ പ്രതികരണം എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇന്ത്യക്കെതിരെ വിവാദ പരാമർശവുമായി ഇതിനിടെ ബംഗ്ലാദേശ് റൈഫിൾസ് മുൻ മേധാവി റിട്ടയർ മേജർ ജനറൽ ALM ഫസ്ലുർ റഹ്മാനും രംഗത്ത് വന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും പിടിച്ചെടുക്കണം എന്നാണ് ഫസ്ലുർ റഹ്മാൻ പറഞ്ഞത്. ഇതിനായി ചൈനയുടെ സഹായം തേടണമെന്നും നാഷണൽ ഇൻഡിപെൻഡന്റ് കമ്മീഷന്റെ ചെയർപേഴ്സൺ കൂടിയായ റഹ്മാൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സൈനിക നടപടി പാകിസ്ഥാൻ ഏത് നിമിഷവും പ്രതീക്ഷിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ നിലപാട് എന്താകും?